പ്രിയമുള്ള വിദ്യാർത്ഥികളെ, വീണ്ടും ഒരുപാട് ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. മഴയാണ് ഏറ്റവും വലിയ കാരണം. കനത്ത മഴ നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ ജീവന് വാല്യൂ കൊടുത്തുകൊണ്ട് പല കളക്ടേഴ്സും അവധികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ കാര്യങ്ങളും, എല്ലാ വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും MS സൊല്യൂഷൻസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. അവധികൾക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കരുത്. എൻ്റെ സ്കൂളിൽ അല്ലെങ്കിൽ എൻ്റെ ജില്ലയിൽ അവധി കിട്ടണമെന്ന് ഒരാളും പ്രാർത്ഥിക്കരുത്. കാരണം അതൊക്കെ ഒരു വലിയ പ്രശ്നങ്ങളാണ് കേട്ടോ. ഇനി പറയാനുള്ളത്, നിങ്ങൾ +1-ലോ SSLC-ലോ ആവട്ടെ, നിങ്ങൾക്ക് വേണ്ട ഗൈഡുകൾ അല്ലെങ്കിൽ ബാച്ചസ്, ഏറ്റവും അടിപൊളിയായിട്ട് എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ അടങ്ങിയ ഷുവർ A+ ബുക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന മൊബൈൽ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. SSLC ആണെങ്കിൽ 1000 രൂപക്ക്, അതായത് 999 രൂപക്ക് നിങ്ങൾക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? ഓണപ്പരീക്ഷയുടെ കംപ്ലീറ്റ് ക്ലാസ്സുകളും ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ +1-ൻ്റെ ക്ലാസ്സുകൾ വെറും 1500 രൂപക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. പ്രിയപ്പെട്ട കുട്ടികളെ, ഇതാ കാസർഗോഡ് ജില്ലയിലെ മിക്ക പ്രദേശങ്ങളിലും കഴിഞ്ഞ 24 മണിക്കൂറിൽ അതിശക്തമായ മഴയിൽ വെള്ളക്കെട്ടുണ്ടായ സാഹചര്യത്തിലും കാലവർഷക്കാറ്റ് ശക്തി പ്രാപിക്കുന്നതിനാൽ അതിതീവ്ര മഴയ്ക്കുള്ള റെഡ് അലേർട്ട് മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജില്ലയ്ക്ക് ഇന്ന് 4 മണി മുതൽ നാളെ രാവിലെ 10 മണി വരെ നൽകിയിട്ടുള്ള സാഹചര്യത്തിലും മുൻകരുതൽ എന്ന നിലയിൽ ജില്ലയിലെ സ്റ്റേറ്റ്, CBSE, ICSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, അങ്കണവാടികൾ, മദ്രസകൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജൂലൈ 19-ാം തീയതി ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ അവധി പ്രഖ്യാപിച്ചു. കോളേജുകൾക്ക് നാളത്തെ അവധി ബാധകമല്ല. നാളെ കാസർഗോഡ് ജില്ലയിൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് ഉണ്ട്. മുൻകൂട്ടി പ്രഖ്യാപിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. അതോടൊപ്പം തന്നെ വയനാട് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജൂലൈ 19-ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ, അംഗൻവാടികൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും PSC പരീക്ഷകൾക്കും അവധി ബാധകമല്ല. അതോടൊപ്പം തന്നെ മോഡൽ റെസിഡൻഷ്യൽ MRS നവോദയ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല എന്ന് കളക്ടർ വയനാട് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ നാളെ കണ്ണൂർ ജില്ലയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ 3 ജില്ലകളിലാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കണ്ണൂരും വയനാടും കാസർഗോഡും ജില്ലകളിൽ, അതായത് നോർത്തിലേക്കൊക്കെ അവധി പ്രഖ്യാപിച്ചു. ഇനി മലപ്പുറവും കോഴിക്കോടും പാലക്കാടും തൃശ്ശൂരും എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, കൊല്ലം, തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഗൈസ്, വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.